ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിന്നാനി. അമ്മയ്ക്ക് 2 ആഴ്ച നീണ്ട ഹെവി ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ അനീമിക്കായി. ആൻഡ് ഫൈനലി ഞങ്ങൾ നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ഒടുക്കത്തെ പേടിയുള്ള ആളാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇതുവരെ വരാഞ്ഞത്. എന്ത് ട്രീറ്റ് ചെയ്യണം, തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ആരും വീട്ടിൽ വെച്ചിരിക്കരുത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറയാറില്ലേ, അതാണ് നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലായി. ആഫ്റ്റർ സീയിങ് ദ ഗൈനക്കോളജി ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ലാപ്രോസ്കോപ്പിക് എക്സ്ട്രക്ടമി ആയിരുന്നു. സർജറിക്ക് നല്ല പേടിയാണ് എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓപ്പൺ അല്ലാതെ ലാപ്രോസ്കോപ്പിനെ സെലക്ട് ചെയ്തത്. തലേന്ന് ഞങ്ങൾ 12 മണിക്ക് അഡ്മിഷൻ കയറി ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പിറ്റേന്ന് രാവിലെ സർജറി. അമ്മ ഫാസ്റ്റിങ്ങിലാണ്, ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. സർജറി ഈ ഡ്രസ്സ് വെയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മുടിയൊക്കെ 2 ആദ്യം പിന്നിട്ട് സർജറിക്ക് തറയിട്ട് ഇട്ടിരിക്കുകയാണ്. അമ്മ അതാ പേടിച്ച് വരച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. മെഡിക്കൽ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഉള്ളത്. റിമൂവ് ചെയ്ത യൂട്രസും ഓവറിയും ഡോക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതായി കാണുന്നതാണ്. അല്ലാതെ ഗർഭപാത്രത്തിൻ്റെ വായിലാണെങ്കിൽ ഈ വെളിയിലോട്ട് സർജിക്കൽ ഐസിയിലേക്കാണ് മാറ്റിയത്. ഒരു ദിവസം അവിടെ കിടക്കേണ്ടി വന്നു. നെക്സ്റ്റ് ഡേ റൂം ഷിഫ്റ്റ് ചെയ്തു. പിന്നെയാണ് ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അമ്മ അറിയുന്നത്. വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് പെയിൻ റിലീഫൊക്കെ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. ആദ്യത്തെ ദിവസം കുറച്ച് വേദന ഉണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞു വന്നു. അമ്മയുടെ വയറിൻ്റെ ഭാഗത്ത് ഒരു 1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു മുറിവ് മാത്രമേ കൂടുതലായിട്ടുള്ളൂ. അത് മാത്രമേ സ്യൂച്ചർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു 5 മില്ലിമീറ്റർ ഉള്ള മുറിവുകളുണ്ടായിരുന്നു. ലാപ്രോസ്കോപ്പിക് പേഷ്യൻ്റ് ബെനിഫിറ്റ്സ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പേഷ്യൻറ്റിന് വേദന വളരെ കുറവായിരിക്കും. പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനും പെട്ടെന്ന് ജോലിക്ക് പോകാനും ഒക്കെ കഴിയും. പിറ്റേ ദിവസം തന്നെ നമുക്ക് സോഫ്റ്റ് ഡയറ്റ് ഫുഡാണ് പറഞ്ഞത്. ചെറിയ ചായ, അരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ്, കഞ്ഞിയൊക്കെ 2 ദിവസം കണ്ടിന്യൂ ചെയ്ത് സോഫ്റ്റ് ഡയറ്റാണ് നമ്മളോട് പറഞ്ഞത്. നോർമൽ ഹിസ്റ്ററെക്ടമിനെക്കാട്ടിൽ ലാപ്രോസ്കോപ്പി ഹിസ്റ്ററെക്ടമിക്ക് കുറച്ച് ചിലവ് കുറച്ചധികമായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്മ ചെറിയ നടത്തമൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം അതിനും കൂടുതൽ നടന്നു തുടങ്ങി. ആൾ കുറച്ച് പേടിയുള്ളതുകൊണ്ട് കൂടിയാണ് പെട്ടെന്ന് നടക്കാത്തത്. സോഫ്റ്റായിട്ട് പറഞ്ഞത് ചെറിയ കഞ്ഞിവെള്ളം, പിന്നെ അതേപോലെ തന്നെ ദോശ, ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഒരു ഫ്യൂച്ചറിൽ ഒരു സർജിക്കൽ ട്രെയിൻ കത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ബ്ലഡിൻ്റെ എമൗണ്ട് എടുക്കണം. 3rd ഡേ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റാണിത്. ഗ്യാസ്, പസ്, ഫ്ലൂയിഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രെയിനിങ് ഇട്ടിരിക്കുന്നത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ആ കത്തീറ്ററാണിത്. ഡോക്ടർ വന്ന് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആവാൻ പോകുന്നു. കുറച്ച് മെഡിസിൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. ഇന്ന് ഞാൻ ഒപ്പിച്ചത് അല്ലാതെ ഓപ്പൺ ചെയ്തിട്ടില്ലേ, ഈ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യണം. കുളിച്ചിട്ട് അങ്ങനെ 4 ഡേയ്സിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റേ ഇന്നോടുകൂടി അവസാനിക്കുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് വാങ്ങി പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു. അങ്ങനെ ഹോസ്പിറ്റലിലുള്ളവരോടും പിന്നെ സ്റ്റാഫുകളൊക്കെ ഞങ്ങളോട് അത്ര നന്നായിട്ടാണ് മാനേജ് ചെയ്തത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഡോക്ടർ ഡോണയാണ്. ഷീ ഈസ് വെരി എക്സലൻറ്റ് ഡോക്ടർ ആൻഡ് സിമ്പിൾ ആൻഡ് ഹംബിൾ അപ്രോച്ച്, ഫ്രണ്ട്ലി അപ്രോച്ചാണ് ഞങ്ങളുണ്ടായിരുന്നത്. ഫൈനലി ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് ടാറ്റ പറയാണ്. അപ്പം ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കുക. ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നിന്നാനെയും